ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചിക്കൻ കബാബ് റെസിപ്പിയാണ്. കാശ്മീരി കബാബ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ വേണ്ടത് എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ. ഒരു 400 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇഞ്ചി, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, പാല്, മല്ലിയില, മുട്ടയുടെ വെള്ള, ഇതൊക്കെയാണ് നമുക്ക് തയ്യാറാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനൊരു ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് പട്ടിട, ഗ്രാമ്പു ഒരു 3 കഷ്ണം ഇടുക, 2 ഏലക്കായ, ഒരു വലിയ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കാനാണ് അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 12 അള്ളി വെളുത്തുള്ളി, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. 4 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ജീരകം 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. മല്ലിയില ഒരു 4 തണ്ട് ചേർത്ത് കൊടുക്കുക. പാല് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇനി നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതേപോലെ തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. കുരുമുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുക. ഒരു മുട്ടയുടെ വെള്ളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കുക. സൺഫ്ലവർ ഓയിൽ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. കടലപ്പൊടി 2 സ്പൂൺ. നമ്മളിവിടെ പാല് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കബാബ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതാണ് നമ്മൾ പരത്താൻ എളുപ്പത്തിനാണ് കടലപ്പൊടി ചേർത്ത് കൊടുത്തത്. നമ്മളതിൽ സ്ക്യൂവറൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. നാനൂറ് ഗ്രാം ചിക്കൻ 8 കബാബാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ഫ്രൈ പാനിലാണ് നമ്മൾ കബാബ് റെഡിയാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ കബാബായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന കബാബാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും സംഭവം കിടുവാണ്. ചിക്കൻ അരച്ച് ചേർത്ത് കൊടുത്ത കാരണം വേഗം വെന്ത് കിട്ടും നമുക്ക്. ഒരു ഭാഗമായിട്ടുണ്ട്, മറുഭാഗവും ഇങ്ങനെ മറച്ചിട്ട് വേവിച്ചെടുക്കുക.
നമ്മുടെ കബാബിൻ്റെ 4 സൈഡ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ കുറച്ച് എണ്ണ ആവശ്യമുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതേപോലെ തന്നെ അവിടെ ഉണ്ട്. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ നമുക്കൊരു വൈറ്റ് ഗാർലിക് പെപ്പർ സോസ് ഉണ്ടാക്കാം. 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 സ്പൂൺ തൈര്, ഒരു മുട്ട, വിനാഗിരി 1 സ്പൂൺ, സൺഫ്ലവർ ഓയിൽ ഒരു 8 സ്പൂണെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉപ്പിടാൻ മറന്നതാണ്, വേഗം ഉപ്പിട്ടത്. ബാക്കി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു 8 സ്പൂൺ ചേർത്താൽ നമുക്ക് ഇതിൻ്റെതായ ഒരു തിക്നെസ്സും കൺസിസ്റ്റൻസും ഒക്കെ കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. മിക്സിയിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. നമ്മുടെ കബാബും വൈറ്റ് ഗാർലിക് പെപ്പർ സോസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.